ഹലോ എവ്രിവൺ. 2024 പുറത്തിറങ്ങിയ മഹേഷ് ബാബു അഭിനയിച്ച കിടിലൻ ആക്ഷൻ സിനിമയായ ഗുണ്ടൂർ കാരം എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയിലെ സോങ് ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ 2 സഹോദരങ്ങളെ കാണിക്കും. അതിൽ ചേട്ടന്റെ പേര് ലെനിൻ എന്നും അനിയന്റെ പേര് മാർസ് എന്നുമാണ്. ഇവരോട് മത്സരിച്ച് വേറെ ചിലര് ഫാക്ടറി നന്നായി നടത്തി വരികയാണ്. സോ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ഫാക്ടറിക്ക് തീയിടാൻ ഈ സഹോദരങ്ങൾ ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുവരും. ഈ ഫാക്ടറിയുടെ ഓണറിന്റെ പേര് സത്യം. അയാൾ തന്റെ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് നോക്കും. അപ്പോഴേക്കും ഫാക്ടറിക്ക് തീ പിടിച്ചിരുന്നു. അതായത് വന്നവന്മാർ കത്തിച്ചിരുന്നു. അപ്പൊ അവിടേക്ക് വന്ന് ഇവർ ബഹളമുണ്ടാക്കും. സത്യവും വന്നവന്മാരെ അടിക്കും. അങ്ങനെ അടിയുണ്ടാക്കുന്ന സമയത്ത് സത്യനെ അടിക്കുന്നത് കണ്ട് ദേഷ്യം വന്ന അവന്റെ അനിയത്തിയുടെ ഭർത്താവ് കത്തി എടുത്തോണ്ട് വന്ന് വീശും. അതിൽ ഒരാളുടെ കഴുത്തിന് അറിയാതെ വെട്ടി. ഇത് കണ്ട സത്യവും എന്തിനാണ് എടുത്തു ചാടിയത് എന്ന് ചോദിക്കും. ആക്ച്വലി ലെനിന്റെ കഴുത്തിലാണ് വെട്ടുകൊണ്ടത്. മാർസും തന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും. സത്യന്റെ മകന് ആ സമയം 10 വയസ്സേ ഉള്ളൂ. അവിടെ നടന്ന ബ്ലാസ്റ്റില് അവന്റെ കണ്ണില് ചെറിയ പ്രശ്നം സംഭവിക്കും. അങ്ങനെ അതിനോടനുബന്ധിച്ച് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി സത്യന്റെ അളിയനാണ് കൊല ചെയ്തത്. എന്ന കേസ് വന്ന് ജയിലിലായത് സത്യനാണ്. സോ 12 വർഷം സത്യം ജയിലിൽ കിടന്നു. സത്യന്റെ ഭാര്യയുടെ പേര് വസുന്ധര. ആ സമയം വസുന്ധര അവളുടെ വീട്ടിലേക്ക് പോവും. അവളുടെ അച്ഛന്റെ പേര് വെങ്കിടസ്വാമി എന്നാണ്. മകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ട് വെങ്കിടസ്വാമി നാരായണൻ എന്ന ആൾക്ക് വസുന്ധരയെ 2ാമത് കല്യാണം കഴിച്ചു കൊടുക്കും. ആ ബന്ധത്തിൽ വസുന്ധരയ്ക്ക് ഒരു കുഞ്ഞുമുണ്ടാവും. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ 25 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഈ 25 വർഷത്തില് വസുന്ധര രാഷ്ട്രീയത്തിലേക്ക് വന്ന് നല്ലൊരു പൊസിഷനിലാണുള്ളത്. അതിന് കാരണം വസുന്ധരയുടെ അച്ഛൻ വെങ്കിടസ്വാമിയാണ്. അദ്ദേഹം ഒരു വലിയ പൊളിറ്റീഷ്യനാണ്. ഇപ്പൊ മധു എന്നയാളെ കാണിക്കും. ഇയാള് രാഷ്ട്രീയത്തിൽ വെങ്കിടസ്വാമിയുടെ കൂടെയുള്ളയാളാണ്. സോ ഇത്തവണ തനിക്ക് MP സീറ്റ് തരണമെന്ന് വെങ്കിടസ്വാമിയോട് പറയും. അതിന് വെങ്കിടസ്വാമിയും ഇത്തവണ നിനക്ക് MP സീറ്റ് തരാൻ കഴിയില്ല, കാരണം ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ കൊച്ചുമകനെ നിർത്താൻ പോവുകയാണ്. അവൻ എന്നെപ്പോലെ ഒരു വലിയ രാഷ്ട്രീയക്കാരനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇത്തവണ MP സീറ്റ് തരില്ല എന്ന് തീർത്ത് പറഞ്ഞതും മധുവിന് അത് വല്ലാത്ത ദേഷ്യം തോന്നി. അടുത്ത് തന്നെ ഇലക്ഷനും നടക്കാൻ പോവുകയാണ്. സോ വസുന്ധരയുടെ സെക്കൻഡ് മാരേജിലെ മകനാണ് MP സ്ഥാനത്തേക്ക് നിൽക്കാൻ പോകുന്നത്. ഗോപാൽ എങ്ങനെയെങ്കിലും ജയിക്കണം, അവൻ തോൽക്കാൻ ഒരു ചാൻസ് പോലും ഉണ്ടാവരുത് എന്ന് വെങ്കിടസ്വാമി വിചാരിച്ചു. എന്നിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വസുന്ധരയുടെ ആദ്യ വിവാഹത്തിലെ മകൻ വെങ്കിട രമണയെക്കുറിച്ച് ഓർമ്മ വന്നു. എന്നിട്ട് വേഗം അഡ്വക്കേറ്റിനെ വിളിച്ച് രമണനും വസുന്ധരയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് എഴുതി വാങ്ങണം എന്ന് പറയും. ആ അഡ്വക്കേറ്റും ഗുണ്ടൂർ കാരത്തിലുള്ള രമണയുടെ മാമന് കോൾ ചെയ്യും. ഇപ്പോഴാണ് നമ്മുടെ നായകൻ വെങ്കിട രമണയുടെ എൻട്രി. രമണയും അഡ്വക്കേറ്റ് വിളിച്ചിരുന്ന കാര്യം അറിഞ്ഞു. രമണ നേരെ പാർട്ടി ഓഫീസിലേക്ക് വന്ന് എവിടെയാണ് സൈൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അഡ്വക്കേറ്റും നിനക്കും നിന്റെ അമ്മയ്ക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി സൈൻ ചെയ്യണം എന്ന് പറഞ്ഞതും രമണയ്ക്ക് അതൊരു വലിയ ഷോക്കായി. കാരണം 25 വർഷമായിട്ട് അവൻ അവന്റെ അമ്മയെ കണ്ടിട്ടില്ല. അമ്മ എന്തിനാണ് ഇവനെ വിട്ട് പോയത് എന്നും അവൻ അറിയില്ല. വസുന്ധരയും ആ പാർട്ടി ഓഫീസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയെ കാണാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി രമണയെ അവിടേക്ക് കയറ്റി വിട്ടില്ല. സോ രമണ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാതെ നേരെ പാർട്ടി ഓഫീസിന്റെ പുറത്ത് വന്ന് വെങ്കിടസ്വാമിയുടെ കട്ടൗട്ടിന്റെ മേലെയും പാർട്ടി കൊടിയുടെ മേലെയും ജീപ്പ് കൊണ്ട് ഇടിച്ച് തള്ളിയിട്ടിട്ട് അവിടുന്ന് പോവും. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ അച്ഛൻ സത്യം ആരോടും സംസാരിക്കാതെ അവിടെ ഒരു സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ടാവും. രമണയും അവന്റെ അച്ഛനും സംസാരിക്കാറില്ല. കാരണം അച്ഛൻ ജയിലിലേക്ക് പോയതുകൊണ്ടാണ് അമ്മ ഇവരെ ഇട്ടിട്ട് പോയത് എന്നതിന്റെ ദേഷ്യത്തിലാണ് സംസാരിക്കാതിരിക്കുന്നത്. ഇപ്പോ ഇവന്റെ കാര്യങ്ങളൊക്കെ സത്യയുടെ അനിയത്തിയാണ് നോക്കുന്നത്. സോ അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് സൈൻ ചെയ്ത് നാളെ തന്നെ കൊടുക്കണമെന്ന് സത്യം രമണയോട് പറഞ്ഞതും നെക്സ്റ്റ് ഡേ തന്നെ രമണ ആ അഡ്വക്കേറ്റിനെ പോയി കാണും. എന്നാൽ ആ സമയം വീട്ടിൽ അഡ്വക്കേറ്റ് ഇല്ലായിരുന്നു. പകരം അയാളുടെ മകൾ അമൂല്യയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ നായിക. അമൂല്യയെ അമ്മു എന്നാണ് വിളിക്കാറ്. അമ്മുവിനെ കണ്ടതും രമണന് അവളെ ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് ആ അഡ്വക്കേറ്റിന്റെ അസിസ്റ്റന്റിനോട് അമ്മുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിയും. ആ സമയം അവിടേക്ക് ആ അഡ്വക്കേറ്റും വരും. രമണയും ഞാൻ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു തരാം,
എന്നാൽ അതിനു മുമ്പ് എനിക്ക് എൻ്റെ അമ്മ എവിടെയാണുള്ളതെന്ന് അറിയണമെന്ന് പറയും. ലോയറും നേരെ രമണയെ വെങ്കിടസ്വാമിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അമ്മയെ കണ്ടതിന് ശേഷമേ എഗ്രിമെന്റിൽ സൈൻ ചെയ്യുള്ളൂ എന്ന് രമണ വെങ്കിടസ്വാമിയോട് തീർത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് വരും. വെങ്കിടസ്വാമിയും ലോയറിനോട് എന്ത് ചെയ്തിട്ടാണെങ്കിലും രമണയുടെ അടുത്തുനിന്ന് സൈൻ ചെയ്ത് വാങ്ങണം, എന്നാലേ എൻ്റെ കൊച്ചുമകന് ഒരു കുഴപ്പവും സംഭവിക്കാതെ MP ആകാൻ കഴിയുള്ളൂ. ഇത് നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് ജോലി ഉണ്ടാവില്ല എന്നും പറയും. ഇത് കേട്ടതും ലോയർ ഒന്ന് ഞെട്ടി. അതിനുശേഷം ഈ കാര്യമൊക്കെ വീട്ടിൽ വന്ന് ലോയർ മകളോട് പറയും. മകളും രമണയുടെ അടുത്ത് നിന്ന് സൈൻ വാങ്ങുന്നത് അവളുടെ ജോലിയാണ് എന്ന പോലെ ആ കാര്യം ഏറ്റെടുത്ത് ലോയറിന്റെ അസിസ്റ്റന്റിനെയും കൂട്ടി രമണയെ കാണാൻ വേണ്ടി അവന്റെ ഗോഡൌണിലേക്ക് വരും. അമൂല്യയെ കണ്ടതും എന്തിനാണ് വന്നത് എന്ന് രമണ അന്വേഷിക്കും. അമ്മുവും നിങ്ങൾ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജോലി പോവും, പ്ലീസ് ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചതും രമണയോ അതിന് പറ്റില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്ന പോലെയും പറയും. അപ്പോഴാണ് രമണയ്ക്ക് വരേണ്ടിയിരുന്ന ഒരു വലിയ ബിസിനസ് ഓർഡർ ഒരുത്തൻ ബ്ലോക്ക് ചെയ്തു എന്നറിഞ്ഞത്. അവൻ വേറെ ആരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ മാർസ് ലെനിൻ എന്ന സഹോദരങ്ങൾ ഇവരുടെ മില്ല് കത്തിച്ചിരുന്നല്ലോ, ആ മാർസിന്റെ കൂടെയുള്ളവനാണ്. ആക്ച്വലി ഈ മാർസ് രമണയുടെ മാമനാണ്. സോ അവൻ നേരെ മാർസിനെ കാണാൻ വേണ്ടി വരും. മാമനും എൻ്റെ ആളെവിടെ എന്ന് ചോദിച്ച് അവിടെ ഒരു ഫൈറ്റും നടക്കും. ആ ഫൈറ്റിൽ രമണ മാർസിന്റെ ആൾക്കാരെ എല്ലാം അടിച്ചിട്ട് അവൻ വന്ന വണ്ടിക്ക് തീയിടും. ആ വണ്ടി മറിയുമ്പോഴാണ് ബിസിനസ് ബ്ലോക്ക് ചെയ്തവനെ വണ്ടിയുടെ അടിഭാഗത്ത് കെട്ടിയിട്ടിട്ടാണ് വണ്ടി കത്തിച്ചത് എന്ന കാര്യം ഇവർ അറിഞ്ഞത്. ഈ സംഭവം കണ്ട് അവിടെയുള്ളവരെല്ലാം ഒന്ന് ഷോക്കായി. അമ്മുവും ആ അസിസ്റ്റന്റും രമണയുടെ വീട്ടിലേക്ക് വരും. കാരണം ഇവർ വന്ന കാറ് എന്തോ പ്രശ്നം വന്നിട്ട് വർക്ക്ഷോപ്പിലാണ്. സോ കാറ് റെഡി ആവുന്നത് വരെ ഇവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കും. രമണയ്ക്കും ഓൾറെഡി അമ്മുവിനോടൊരു ഇഷ്ടമുണ്ടല്ലോ, സോ താമസിച്ചോളാം പറയും. അതിനുശേഷം ഹരിദാസ് എന്ന ഒരു വലിയ റൗഡിയെയാണ് കാണിക്കുന്നത്. ഇവൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഇവനെ ജയിലിലേക്ക് അയക്കണമെന്ന് മിനിസ്റ്ററായ വസുന്ധര കരുതിയിരിക്കുന്നു. എന്നാൽ ഇയാള് വസുന്ധരയ്ക്ക് കോൾ ചെയ്ത് നീ സാക്ഷി പറഞ്ഞ വിധി പറയണമെങ്കിൽ ജഡ്ജി വേണം, ഞാൻ അയാളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തു, ഇനി ജഡ്ജി കോടതിയിലേക്ക് വരില്ല, പിന്നെ ഞാൻ എങ്ങനെ ജയിലിൽ പോവും, ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താ നിന്നെ കൊന്നു കളഞ്ഞേക്കും എന്ന് ഹരിദാസ് വസുന്ധരയെ ഭീഷണിപ്പെടുത്തും. എന്നാൽ വസുന്ധര അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. ഇപ്പുറത്ത് അമ്മു രമണയുടെ കൂടെ പുറത്തു പോവുകയും പാട്ടും ഡാൻസും ഒക്കെയായി എൻജോയ് ചെയ്യും. എന്നിട്ട് രമണയോട് വീണ്ടും ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ പറയും. അപ്പോഴാണ് ഇവനോട് ക്ലോസ് ആയിട്ട് ഇടപഴകിയതൊക്കെ ഈ സൈൻ വാങ്ങാൻ വേണ്ടിയാണ് എന്ന് രമണയ്ക്ക് മനസ്സിലായത്. സോ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇവരും കാർ റെഡിയാക്കാൻ കൊടുത്ത മെക്കാനിക് ഷോപ്പിൽ വന്ന് കാറ് മുഴുവൻ ശരിയാക്കിയില്ലെങ്കിലും അതെടുത്ത് നാട്ടിലേക്ക് പോകാനായി കാറിൽ കയറി റിവേഴ്സ് എടുത്തതും കാറ് ഒരു പ്രതിമയിൽ പോയി ഇടിച്ച് ആ പ്രതിമയുടെ തല പൊട്ടി താഴെ വീഴും. ആ പ്രതിമ സിനിമയുടെ തുടക്കത്തിൽ മരിച്ചുപോയ മാർസിന്റെ ചേട്ടൻ ലെനിന്റേതായിരുന്നു. ഈ കാര്യമറിഞ്ഞ മാർസും ആൾക്കാരെയും കൂട്ടി അവിടേക്ക് വന്ന് അവരെ അടിക്കാൻ നോക്കുമ്പോൾ രമണ വന്ന് അടിയുണ്ടാക്കി ഇവരെ രണ്ടുപേരെയും രക്ഷിക്കും. രമണ ഇവരെ രക്ഷിച്ചതും അമ്മുവിന് രമണയോട് ഇഷ്ടം തോന്നാൻ ആരംഭിച്ചു. അങ്ങനെ അവിടുന്ന് രമണ അവളുടെ വീട്ടിൽ അവളെ കൊണ്ടുപോയി വിടും. അപ്പോഴും ലോയർ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. രമണയും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. പോകുന്ന വഴിയിൽ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രമണയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. കാര്യം എന്താണെന്ന് വെച്ചാൽ വെങ്കിടസ്വാമിയുടെ വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫേർണിച്ചേഴ്സുമെല്ലാം രമണ അടിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റിനെ കൊണ്ട് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രമണയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ലോയറിന്റെ അസിസ്റ്റന്റ് വന്ന് രമണയെ ജാമ്യത്തിലെടുക്കും. എന്നിട്ട് നേരെ വെങ്കിടസ്വാമിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ വെങ്കിടസ്വാമിയും നീ ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത നിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കാമെന്ന് പറയും. അതിന് രമണയും കേസൊന്നും പിൻവലിക്കണ്ട, ആ കേസിലുള്ള പോലെ നടത്തിയാൽ പോരെ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെയുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു പൊട്ടിക്കും. അപ്പം മേലെ റൂമിലുണ്ടായിരുന്ന വസുന്ധര അവിടേക്ക് വരും. രമണ 25 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അവന്റെ അമ്മയെ കാണുകയാണ്. ചെറുപ്പത്തിൽ നടന്ന ആ ബ്ലാസ്റ്റില് ഇവന്റെ ഒരു കണ്ണിന് ചെറിയ മങ്ങലുണ്ട്. എന്നാലും അത് നന്നായി തുടച്ച് അവൻ അവന്റെ അമ്മയെ നോക്കും. 25 വർഷത്തിന് ശേഷം മകനെ കാണുമ്പോൾ മകനോട് സ്നേഹത്തിൽ സംസാരിക്കുമെന്ന് കരുതിയപ്പോൾ വസുന്ധര രമണയോട് നീ എന്താ റൗഡിയാണോ എന്നൊക്കെ വളരെ റൂഡായിട്ട് സംസാരിച്ച് അവനെ അടിക്കും. രമണയ്ക്ക് അതിൽ വലിയ വിഷമം തോന്നി. എന്നിട്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് പുറത്തേക്ക് പോവും. അതിനുശേഷം രമണയുടെ ഗോഡൌണിലേക്ക് മധു വരും. അതായത് മുൻപ് വെങ്കിടസ്വാമിയോട് MP സീറ്റ് തരണമെന്ന് പറഞ്ഞിരുന്ന ആള്. ഇപ്പോൾ വസുന്ധരയോടും മകനോടും ഒരു ദേഷ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മധുവിന് വന്നിട്ടുണ്ട്. സോ ഇലക്ഷന് MP ആയിട്ട് ഇയാൾ മത്സരിക്കണമെങ്കിൽ അതിന് വസുന്ധരയുടെ പേരിന് മോശം സംഭവിക്കണം.
അതിനുവേണ്ടി രമണയെ കൂട്ടുപിടിക്കാനാണ് മധു ഇപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് മധു രമണയോട് 25 വർഷം നിന്റെ അമ്മ നിന്നെ കാണാൻ പോലും വന്നില്ല, നിനക്കും നിന്റെ അമ്മയോട് ദേഷ്യമുണ്ടാവും. സോ നീ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ വന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞ നിന്റെ അമ്മ തോറ്റുപോയിക്കോളും, നിനക്ക് നിന്റെ അമ്മയോട് പകരം വീട്ടാമെന്ന് പറഞ്ഞതും രമണ പെട്ടെന്ന് ഗോഡൌണിന്റെ ഷട്ടർ ഇട്ടിട്ട് അയാളെ പൊതിരെ തല്ലും. അപ്പൊ മധു രമണയുടെ കാല് പിടിച്ച് ഇനി തല്ലരുത് എന്ന് പറഞ്ഞ് യാചിക്കും. ആ സമയം മധു രമണയെ അറിയാതെ അവന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ പേഴ്സ് എടുത്തു വെക്കും. എന്നിട്ട് നേരെ ഒരു പ്രസ് മീറ്റ് വെച്ച് അതില് ആ പേഴ്സിൽ ഉണ്ടായിരുന്ന ഫോട്ടോ കാണിച്ച് വസുന്ധരയ്ക്ക് ഓൾറെഡി ഒരു കല്യാണം കഴിഞ്ഞ് ഒരു മകനുള്ളതാണ്, എന്നാ ആ മകനെ വിട്ടിട്ട് വന്ന് വേറൊരു കല്യാണം കഴിച്ച് കുട്ടിയായി ഇപ്പൊ ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് വോട്ട് ചെയ്യണം, വസുന്ധര മോശം സ്ത്രീയാണ് എന്നൊക്കെ പറയും. ഈ ന്യൂസ് വെങ്കിടസ്വാമിയും കണ്ടിട്ട് ടെൻഷനായി രമണയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. പോലീസ് രമണയെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ രമണ അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയക്കും. ഇതെല്ലാം കണ്ട സത്യവും രമണയോട് നീ എന്താ ഇങ്ങനെ റൗഡികളെ പോലെ പെരുമാറുന്നത് എന്ന് ചോദിക്കും. അതിന് രമണയും അതിന് കാരണം നിങ്ങളാണ്, ഇപ്പോഴെങ്കിലും എന്റെ അമ്മ എന്തിനാണ് നമ്മളെ വിട്ടു പോയത് എന്ന് ചോദിക്കും. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക്. അന്ന് 25 വർഷം മുൻപ് മില്ല് കത്തിച്ചപ്പോ രമണയുടെ കണ്ണിന് കാഴ്ച പ്രശ്നം വന്നു. അപ്പൊ വസുന്ധര എന്റെ മകന്റെ കണ്ണ് എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് സത്യയോട് പറഞ്ഞപ്പോ സത്യയാണെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് ലെനിനെ കൊന്നതുകൊണ്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അളിയനെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അതിന്റെ തിലക്കിലായിരുന്നു. സോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനുള്ള നേരമില്ല എന്ന് പറഞ്ഞതും അതിവർക്കിടയിൽ ഒരു വലിയ വഴക്കായി മാറി. ആ വഴക്കിനിടയിൽ എപ്പോഴോ സത്യം വസുന്ധരയോട് എന്റെ മകനെ എപ്പോ ഡോക്ടറെ കാണിക്കണമെന്ന് എനിക്കറിയാം, നീ അത് പറയേണ്ട ആവശ്യമില്ല, നീ ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വസുന്ധര സത്യയെ വിട്ടു പോകണമെന്ന് തീരുമാനിച്ചു. പോകുമ്പോ മകനെ കൂടെ കൊണ്ടുപോകണം എന്നായിരുന്നു വസുന്ധര വിചാരിച്ചിരുന്നത്. എന്നാൽ സത്യം അയാളുടെ അനിയത്തിയോട് എന്ത് പ്രശ്നം വന്നാലും രമണയെ വസുന്ധരയുടെ കൂടെ അയക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ അനിയത്തിയും രമണയെ വസുന്ധരയുടെ അടുത്തേക്ക് വിടാതെ റൂമിൽ അടച്ചു വെച്ചു. അതിനുശേഷമാണ് വസുന്ധര വിഷമത്തോടെ അച്ഛന്റെ അടുത്തേക്ക് പോയത്. സത്യം കേസുകളുമായി നടക്കുന്നത് കൊണ്ട് രമണയ്ക്ക് ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റും കൊടുത്തിരുന്നില്ല. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടറും ഇത്രയും ലേറ്റായിട്ട് കാണിച്ചതുകൊണ്ട് കണ്ണിനി ശരിയാക്കാൻ കഴിയില്ല, ഇനി മുതൽ ആ ഒരു കണ്ണ് ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു ദേഷ്യത്തിൽ വസുന്ധര ഗോഡൌൺ കത്തിച്ചയാളെ കൊന്നത് അനിയത്തിയുടെ ഭർത്താവല്ല, എന്റെ ഭർത്താവ് സത്യമാണ് എന്ന് കോടതിയിൽ മൊഴി പറഞ്ഞിട്ട് സത്യയെ ജയിലിലേക്ക് അയച്ചു. അങ്ങനെയാണ് സത്യം ജയിലിൽ പോയത്. ഇപ്പൊ പ്രസന്റിലേക്ക് വരുമ്പോ സത്യ രമണയോട് ഞാൻ അന്ന് ചെയ്ത തെറ്റുകൊണ്ടാണ് എന്റെ ഭാര്യ എന്നെ വിട്ടിട്ട് പോയത്, എന്നാൽ നിന്റെ അമ്മ നിന്നെ വിട്ടിട്ട് പോയത് എന്തിനാണെന്ന് എനിക്കറിയില്ല, അതിനുത്തരം നീ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. ഇതെല്ലാം കേട്ട രമണയും വിഷമിച്ചു നിൽക്കും. എന്നിട്ട് തന്റെ അമ്മ എന്തിനാണ് തന്നെ വിട്ടിട്ട് പോയത്, എന്താ കാണാൻ വരാഞ്ഞത് എന്നൊക്കെ ആലോചിക്കും. അതിനുശേഷം വസുന്ധര കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് ആക്സിഡന്റ് ആയി വസുന്ധരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഇത് ന്യൂസിൽ കണ്ട രമണ പെട്ടെന്ന് തന്നെ അമ്മയെ കാണാൻ വേണ്ടി അവിടേക്ക് വരും. എന്നാൽ ആരും അവനെ അവിടേക്ക് കടത്തിവിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വസുന്ധര അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചെല്ലാം മീഡിയാസിനോട് പറയും. അപ്പൊ റിപ്പോർട്ടറും നിങ്ങൾക്ക് രമണ എന്നൊരു മകൻ ഉണ്ടെന്ന് അറിഞ്ഞു, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മകനെ വിട്ടിട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ കാരണം വസുന്ധര ഓർമ്മിക്കും. എന്നിട്ട് ഫ്ലാഷ് ബാക്കിൽ വസുന്ധര സത്യത്തിന്റെ വീട്ടിൽ നിന്ന് അച്ഛന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ മകനെ എങ്ങനെയെങ്കിലും തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് വസുന്ധര അവളുടെ അച്ഛനോട് പറഞ്ഞതും ഈ വെങ്കിടസ്വാമിയും നീ എന്നെ എതിർത്താണ് ആ സത്യയെ കല്യാണം കഴിച്ചത്, നിന്റെ മകനെ നീ ഒരു 10 വർഷമല്ലേ വളർത്തിയത്, എന്നാൽ നിന്നെ ഞാൻ 25 വർഷം വളർത്തിയതാണ്, ഇനി നീ ഒരിക്കലും നിന്റെ മകനെ കാണില്ല, അതിന് ശ്രമിച്ച നിന്റെ മകൻ ജീവനോടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നവനെ കല്യാണം കഴിച്ച് അതിൽ കുട്ടികളൊക്കെയായി ജീവിക്കണമെന്ന് പറഞ്ഞിരുന്നു. തന്റെ മകൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടിയാണ് 25 വർഷമായിട്ട് വസുന്ധര രമണയെ കാണാൻ വരാഞ്ഞത് എന്ന കാര്യം ഓർമ്മിക്കും. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോൾ ആ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാതെ വസുന്ധര അവിടുന്ന് പോവും. അപ്പോൾ വെങ്കിടസ്വാമി നേരെ അവിടെ നിൽക്കുന്ന രമണയുടെ അടുത്ത് വന്ന് ആരാണ് വസുന്ധരയ്ക്കുണ്ടായ ഈ ആക്സിഡന്റിന് കാരണം എന്ന് പറയും. രമണയും ദേഷ്യത്തില് ഇതിന്റെ കാരണക്കാരൻ ഹരിദാസിനെ കാണാൻ പോവും. ആക്ച്വലി ഈ വെങ്കിടസ്വാമി ലാഭമില്ലാതെ ഒരു കാര്യവും ചെയ്യാറില്ല. രമണ ഹരിദാസിന്റെ അടുത്ത് ചെന്ന് വഴക്കിട്ട ഹരിദാസ് രമണയെ കൊല്ലും. അപ്പോൾ രമണയുടെ ശല്യം തീർന്നു കിട്ടുമെന്ന് വിചാരിച്ചാണ് രമണയെ പറഞ്ഞയച്ചത്. സോ ഇപ്പൊ രമണ ഹരിദാസിന്റെ സ്ഥലത്തെത്തി അവിടെയുള്ള ബജ്ജി കടക്കാരനോട് ഹരിദാസ് എവിടെയാണുള്ളത് എന്ന് ചോദിക്കും. അയാളും ഹരിദാസിന്റെ അടുത്തേക്ക് രമണയെ കൂട്ടിക്കൊണ്ടുപോകും. ഹരിദാസിന്റെ സ്ഥലത്തെത്തിയതും അയാളുടെ അടുത്തേക്ക് പോകാൻ രമണയ്ക്ക് കഴിയുന്നില്ല. കാരണം അവിടെ ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് രമണയെ അടിക്കാൻ തുടങ്ങി.
രമണയും അടികിട്ടി നിലത്തിരുന്നു. അതിനുശേഷം രമണ കളത്തിലിറങ്ങി എല്ലാവരെയും അടിക്കാൻ തുടങ്ങി. അപ്പൊ രമണ കമ്പി വീശിയതിൽ അറിയാതെ ആ ബജ്ജിക്കാരന്റെ നെഞ്ചിന് പോയി കൊള്ളും. ഇപ്പോ അവിടെയുള്ള സ്ത്രീകളെല്ലാം ഹരിദാസ് അണ്ണ നിങ്ങളെ കുത്തിയല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇത് കണ്ട് രമണയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ബജ്ജിക്കാരൻ, ഞാനാണ് ശരിക്കുള്ള ഹരിദാസ്. എന്നെ ആരെങ്കിലും തിരക്കി വന്നാ ഞാൻ ബജ്ജി കടക്കാരനെ പോലെ കടയിൽ പോയി ഇരിക്കും. ഹരിദാസ് ആയിട്ട് അവനും ഇരിക്കും. ശരിക്കും അവനാണ് ബജ്ജി വിൽക്കുന്നവൻ എന്ന് പറയും. ആക്ച്വലി ഇതെല്ലാം ഹരിദാസിന്റെ സെറ്റപ്പാണ്. ഇപ്പൊ നെഞ്ചിൽ കുത്തിയ കമ്പി എടുക്കാൻ വേണ്ടി ഡോക്ടർ വരും. രമണയാണ് ബ്ലഡ് എല്ലാം കൊടുത്തത്. അതിനുശേഷം രമണ എന്തിനാണ് എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കിയത് എന്ന് ചോദിക്കും. അതിന് ഒറിജിനൽ ഹരിദാസും, ഞാൻ നിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ടില്ല. ഒരു കാലത്ത് ഞാനും നിന്റെ മുത്തശ്ശൻ വെങ്കിടസ്വാമിയും ഒരുമിച്ച് റൗഡികളായിരുന്നു. ബിസിനസ്സിലും പാർട്ട്നേഴ്സ് ആയിരുന്നു. എന്നാൽ അവൻ ഞാനറിയാതെ എൻ്റെ അടുത്തുള്ള എല്ലാ പണവും എടുത്തോണ്ട് പോയി വലിയ രാഷ്ട്രീയക്കാരനായി മാറി. അവനോട് മാത്രമാണ് ഞാൻ പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചത്. അല്ലാതെ നിന്റെ അമ്മയെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അവിടുന്ന് കട്ട് ചെയ്ത അഡ്വക്കേറ്റ് വെങ്കിടസ്വാമിയോട്, രമണയും നിങ്ങളുടെ കൊച്ചുമകനല്ലേ, എന്തിനാണ് അവനോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കും. അപ്പൊ ഈ വെങ്കിടസ്വാമി ഒരു കാര്യം പറയും. എന്താന്ന് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്ക്. വസുന്ധര സത്യത്തെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. സത്യം വേറെ ജാതിയിൽപ്പെട്ടയാളാണ്. ഈ വെങ്കിടസ്വാമി ജാതിയുടെ പേരിലാണ് ഇലക്ഷനിൽ നിന്ന് ജയിച്ചത്. ജാതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വസുന്ധര വേറൊരു ജാതിയിലുള്ളയാളെ കല്യാണം കഴിച്ചതും ആ വർഷത്തെ ഇലക്ഷന് വെങ്കിടസ്വാമി തോറ്റുപോയി. ഇനി വീണ്ടും ഇയാൾ ഇലക്ഷന് ജയിക്കണമെങ്കിൽ മകൾ സത്യയെ പിരിഞ്ഞു വരണം. സോ അതിനുവേണ്ടി ഈ വെങ്കിടസ്വാമി പറഞ്ഞിട്ടാണ് ആ ഗോഡൌൺ കത്തിച്ചത്. അതിൽ ഒരാൾ മരിക്ക കൂടി ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് മകളെ എങ്ങനെയൊക്കെയോ സത്യയുടെ നേരെ തിരിച്ച് സത്യയെ ജയിലിലേക്ക് അയച്ച് ഇവരെ പിരിക്കുകയും ചെയ്തു. മകനെയും ഇനി കാണാൻ പോയ അവനെ കൊല്ലുമെന്നും പറഞ്ഞു. എന്നിട്ട് വസുന്ധരയെ അവരുടെ ജാതിയിലുള്ള നാരായണൻ എന്നയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് വെങ്കിടസ്വാമിയാണ്. അതിനുശേഷം അയാൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു. മകളെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴാണ് ഈ വെങ്കിടസ്വാമി ഇത്ര ക്രൂരനാണ് എന്ന് സിനിമയിൽ കാണിക്കുന്നത്. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോൾ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. സോ പ്രചാരണത്തിനെല്ലാം പോകണം. എന്നാൽ ഈ കൊച്ചുമകൻ മദ്യപിച്ചിട്ട് വരും. അതിന് കാരണം അവന്റെ അച്ഛൻ നാരായണനാണ്. വെങ്കിടസ്വാമിയും എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ മകൻ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാലേ നമ്മുടെ കുടുംബം രാഷ്ട്രീയത്തിൽ നിലനിൽക്കുള്ളൂ. നീ തന്നെ നിന്റെ മകനെ കുടിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞ് വെങ്കിടസ്വാമി നാരായണനെ കയ്യിലെ ഊന്നുവടി കൊണ്ട് അടിക്കും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ഇവൻ എൻ്റെ മകനല്ല എന്ന് നാരായണൻ പറയും. ഇത് കേട്ട് വെങ്കിടസ്വാമി ഒന്ന് ഷോക്കായി. എന്നിട്ട് വസുന്ധരയ്ക്കും എനിക്കും കല്യാണമായെങ്കിലും ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു റൂമിൽ പോലും 2 കട്ടിലിട്ടാണ് കിടക്കുന്നത്. രണ്ടുപേരും മുഖത്തേക്ക് നോക്കി പോലും സംസാരിക്കാറില്ല. പിന്നെങ്ങനെയാണ് കുട്ടി ഉണ്ടാവുന്നത്? അന്ന് വസുന്ധര പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് പോയിരുന്നല്ലോ. ആക്ച്വലി അവൾ പ്രഗ്നന്റ് ആയിരുന്നില്ല. 10 മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇവനെ അവിടുന്ന് ദത്തെടുത്തോണ്ട് വന്നതാണ്. അല്ലാതെ ഇവൻ നിങ്ങളുടെ കൊച്ചുമകനൊന്നല്ല എന്ന് പറയും. ഇതെല്ലാം അപ്പൊ അവിടേക്ക് വന്ന രമണ കേട്ടു. രമണയുടെ കൂടെ അപ്പോ ഹരിദാസും അവിടേക്ക് വന്നിരുന്നു. ഹരിദാസിനെ കണ്ടതും അയാൾ ഓരോന്ന് ചോദിച്ചപ്പോഴും വെങ്കിടസ്വാമി ഒന്നും പറയാനാവാതെ വിയർത്തു. അങ്ങനെ ഒരു ഘട്ടത്തിന് ശേഷം, അതെ, ഞാൻ തന്നെയാണ് എൻ്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചത്. ഇലക്ഷന്റെ സമയമായതുകൊണ്ട് അത് ജനങ്ങളിൽ ഒരു സിമ്പതി ഉണ്ടാക്കും എന്ന് പറഞ്ഞു. രമണയ്ക്ക് നന്നായി ദേഷ്യം വന്ന് എന്നിട്ട് വെങ്കിടസ്വാമിയുടെ കഴുത്തിന് പിടിച്ചിട്ട്, നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലും. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നന്നായി സിമ്പതി വന്നിട്ട് ഇലക്ഷനിൽ ജയിപ്പിക്കും. എന്നാൽ അത് കാണാൻ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. ആ സമയം വസുന്ധരയും അവിടേക്ക് വരും. വെങ്കിടസ്വാമി വസുന്ധരയോട് ദേഷ്യപ്പെടുമ്പോൾ വസുന്ധരയും ധൈര്യമായിട്ട് നിന്ന് ഇവൻ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് രമണയും കൂട്ടി ഗുണ്ടൂർ കാരത്തിലേക്ക് വരും. ഇപ്പോൾ രമണയ്ക്ക് തൻ്റെ അമ്മ ഇത്രയും വർഷത്തെ സ്നേഹം മനസ്സിൽ വെച്ച് അവൻ്റെ കൂടെ വന്നതും അവനത് വലിയ സന്തോഷമായി. അങ്ങനെ അവസാനം വസുന്ധര സത്യൻ്റെ അടുത്ത് തിരിച്ചു വന്ന് പണ്ടത്തെ പോലെ കുടുംബം ഒന്നിക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.